ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഞെക്കിയാൽ നമുക്ക് പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പട്കഥ എന്ന് പറഞ്ഞ ഒരു പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥയാണ്. അത് എഴുതിയത് വരുൺ ഗ്രോവറാണ്. ഈ തിരക്കഥയിൽ ആകെ 8 സീനുകളുണ്ട്. അവയിൽ 6 സീനുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുവല്ലോ. അവയുടെ സ്ഥലം, സമയം, സംഭവം, കഥാപാത്രങ്ങൾ എന്നിവ കണ്ടെത്തി എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിച്ചുവോ? ഇനി നമുക്ക് പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ നോക്കിയാലോ. പ്രശ്ന ധ്യാൻ സെ സുനെ और उत्तर जरूर बताएं. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരങ്ങൾ പറയുക. यह 3 बच्चों की कहानी है ना? वे कौन कौन हैं? അപ്പോൾ ഈ കഥ നമ്മൾ തിരക്കഥയിൽ പഠിച്ചല്ലേ, ഇത് 3 കുട്ടികളുടെ 3 ബച്ചോं के കഹാനി, 3 കുട്ടികളുടെ കഥയാണ്. അവരാരൊക്കെയായിരുന്നു? വേ കോൺ കോൺ ഹേ? हाँ, आप जानते हैं, गोबू, चुन्नी और लल्लू. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ആരൊക്കെയായിരുന്നു ആ കുട്ടികൾ? ആ 3 കുട്ടികൾ ഗോബു, ചുന്നി और ലല്ലു. तीनों बच्चे पहाड़ी रास्ते से कहाँ जा रहे हैं? ഈ 3 കുട്ടികളും ഈ മലയോര പാതയിലൂടെ എവിടേക്ക് പോവുകയായിരുന്നു? दूसरे गांव. ठीक है ना? അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു അല്ലേ? किसके लिए? मनोहर चाचा के यहाँ टीवी देखने. അപ്പോൾ അവരെന്തിനാണ് ദൂസരേ ഗാവ് അല്ലെങ്കിൽ അടുത്ത ഗ്രാമത്തിലേക്ക് പോയത്? മനോഹർ ചാച്ചയുടെ വീട്ടിൽ പോയിട്ട് TV കാണാനായിട്ടല്ലേ? क्योंकि उनके गांव में टीवी नहीं आता है. അപ്പോൾ എന്താ മനോഹർ ചാച്ചയുടെ വീട്ടിൽ എന്തിനാണ് ഇവർ TV കാണാൻ പോയത്? കാരണം ഇവരുടെ വീട്ടിലേക്ക് സിഗ്നൽ, ആൻറ്റിന എന്ന് വെച്ചാലൊന്നും സിഗ്നൽ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് TV കാണാനായിട്ട് മനോഹർ ചാച്ചയുടെ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. ഇവിടെ ഗോപു ആണ് നേതാവ്. അവൻ മറ്റു 2 കുട്ടികളുമായി TV കാണുവാൻ അടുത്തുള്ള ഗ്രാമത്തിലുള്ള മനോഹർ ചാച്ചയുടെ വീട്ടിൽ പോവുകയാണ്. അവരുടെ വീടുകളിൽ ഈ വിവരം അറിഞ്ഞിട്ടില്ല. വൈകുന്നേരം 5 മണി കഴിഞ്ഞു. മൂവരും ഇതുവരെ മനോഹർ ചാച്ചയുടെ വീട്ടിൽ എത്തിയിട്ടില്ല. बच्चों, यहाँ तीनों बच्चे मनोहर चाचा के गांव में पहुंचे. ठीक है ना? पर मनोहर चाचा के घर नहीं पहुंचे. क्या कारण? അപ്പോൾ കുട്ടികളെ, ഇവിടെ 3 കുട്ടികളും ചുന്നി, ലല്ലു, ഗോപു എന്താണ് മനോഹർ ചാച്ച താമസിക്കുന്ന ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ഇതുവരെ മനോഹർ ചാച്ചയുടെ വീട് കണ്ടെത്തിയില്ല. था? हाँ, वे इतना तो जानते थे कि मनोहर चाचा के घर में ही टीवी का एंटीना है. पर यहाँ तो सबके घरों में टीवी का एंटीना है. അപ്പോൾ അവരെന്തുകൊണ്ടായിരിക്കും അതുവരെ കണ്ടുപിടിക്കുന്നത്? കാരണം അവർക്ക് ഇത്രേ അറിയുള്ളായിരുന്നു, മനോഹർ ചാച്ചയുടെ വീട്ടിൽ മാത്രമേ TVയുടെ ആൻറ്റിന ഉള്ളൂ എന്ന്. അങ്ങനെയാണ് അവർ അറിഞ്ഞിരുന്നത്. പക്ഷെ അവർ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെയുള്ള എല്ലാ വീട്ടിലും TVയുടെ ആൻറ്റിന ഉണ്ടായിരുന്നു. ठीक है ना? മനോഹർ ചാച്ച പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമേ TV ഉള്ളൂ. പക്ഷേ കുട്ടികൾ അദ്ദേഹത്തിന്റെ വീട് കണ്ടെത്താൻ വിഷമിക്കുന്നു. കാരണം എല്ലാ വീടുകളിലും ടിവിയുടെ ആന്റിന ഉണ്ട്. तो बच्चों, यहाँ पर हमने क्या देखा? ठीक, तीनों बच्चे रोने लगते हैं. അപ്പോൾ നമ്മളിവിടെ എന്താണ് കണ്ടത്? 3 കുട്ടികളും കരയാൻ തുടങ്ങിയിരിക്കുന്നല്ലേ? अगला सीन यानी 7वां सीन देखें. അപ്പോൾ നമുക്ക് അടുത്ത സീൻ പഠിക്കാം. 7ാമത്തെ സീനാണ് ഇനിയുള്ളത്. അപ്പോൾ ഇവിടെ സീൻ 7 കൊടുത്തിട്ടുണ്ട്, 7ാമത്തെ സീൻ. അതുപോലെ തന്നെ സ്ഥലവും കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് നടക്കുന്നത്? കസ്ബേ കി സഡക്, ആ പട്ടണത്തിലെ റോഡിലാണ് ഇത് നടക്കുന്നത്. സമയവും കൊടുത്തിട്ടുണ്ട്. ദേർ ഷാം കാ സമയം, നേരെ സന്ധ്യയായി തുടങ്ങിയിരുന്നു. 7 कस्बे की सड़क.
देर शाम का समय, भीड़ जमा है, बच्चे रो रहे हैं, कस्बे के लोग उन्हें चुप करा रहे हैं. അപ്പം ആ സന്ദർഭം പറഞ്ഞിട്ടുണ്ട്. നല്ല അവർ കസ്ബയിലെ സടക്കിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവിടെ നല്ല ആൾക്കൂട്ടമുണ്ട്. ഫീഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടമാണ്. അപ്പോൾ അവിടെ നന്നായിട്ട് ആൾക്കൂട്ടമുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വീട് ഏതാന്ന് അറിയാതെ അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ ബച്ചേ രോ രഹേ ഹേ കസ്ബേക്കെ ലോഗ് ഉന്നെ ചുപ് കർണ രഹേ ഹേ. അപ്പോൾ അവർ എന്താണ് ആ പട്ടണത്തിലുള്ള ആളുകൾ ഈ കുട്ടികൾ കരയുന്നുണ്ട്. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. कस्बे वाला एक कहते हैं मनोहर चाचा से मिलने आए हैं कीरतपुर से. അപ്പം ഒന്നാമത്തെ ആള് കസ്ബെ വാല അവിടെ ഒരുപാട് പേര് കൂടി നിൽപ്പുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പം അതിലൊരാൾ പറഞ്ഞു ഈ പിള്ളേർ പറയുന്നത് മനോഹർ ചാച്ചയെ കാണാൻ വന്നതാണെന്ന്. കീരത്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മനോഹർ ചാച്ചയെ കാണാൻ വന്നെന്ന് പറയുന്നു. कस्बे वाला दो, अब चुप हो जाओ, डरो मत, क्या नाम है तुम्हारा. അപ്പം മറ്റൊരു പട്ടണക്കാരൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഇനിയിപ്പം സമാധാനത്തോടെ ഇരിക്കും, നിങ്ങൾ കരയാതിരിക്കൂ, നിങ്ങൾ പേടിക്കണ്ട. ഡരോ മത്ത് എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട. ക്യാ നാം ഹേ തുമ്മാർ, നിങ്ങളുടെയൊക്കെ പേരെന്താണെന്ന് ചോദിച്ചു. लल्लू लल्लू. അപ്പം ലല്ലു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ലല്ലു എന്ന് പറഞ്ഞു. रोते हुए, मुझे घर जाना है. അപ്പോൾ ചുന്നി ആ സെൻറ്റൻസ് എങ്ങനെയാണ് പറയുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രോത്തെ ഹുയ് എന്ന് ബ്രാക്കറ്റിൽ എടുത്തണം. അതായത് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മുझे घर जाना है, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. मनोहर चाचा आ जाते हैं, गोबू को उठा लेते हैं. അപ്പോൾ ഈ സീനിലേക്ക് മനോഹർ ചാച്ച കടന്നു വരുന്നു. അതാണ് മനോഹർ ചാച്ച ആ ജാത്തെ ഹേ. എന്നിട്ട് ഗോപുവിനെ എടുക്കുന്നു. ഗോപു കോ ഉടാ ലേത്താ ഹേ. मनोहर, अरे गोबू तुम अकेले कैसे आ गए. അപ്പം മനോഹർ ചാച്ച എന്ത് ചെയ്തു, ഗോപുവിനെ കണ്ടുടനെ ഗോപുവിനെ എടുത്തിട്ട് വെച്ചു, ഗോപു നീ എങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്ക് എത്തിയത്. गोबू, टीवी देखना था हम तीनों को. അപ്പോൾ ഗോപു എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് TV കാണണം, ഞങ്ങൾക്ക് 3 പേർക്കും TV കാണണമായിരുന്നു, അതിനാണ് വന്നത് എന്നുള്ള രീതിയിൽ ഗോപു ഉത്തരം നൽകി. कस्बे वाले एक दूसरे का मुंह देखते हैं, मनोहर बच्चों को ले जाता है. അപ്പോൾ ഇത് കേട്ടതും ഈ കസ്ബെ വാല പട്ടണത്തിലുള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം നോക്കി അല്ലേ. ഈ പിള്ളേർ TV കാണാനായിട്ട് അടുത്ത ഗ്രാമത്തിൽ നിന്ന് ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ മനോഹർ ചാച്ച കുട്ടികളെയും കൊണ്ട് പോയി. इस दृश्य का स्थान कहाँ है. അപ്പോൾ ഈ ദൃശ്യം നടക്കുന്നത് എവിടാണ്. कस्बे की सड़क. പട്ടണത്തിലെ റോഡിലാണ് അല്ലേ. दृश्य का स्थान कस्बे की सड़क. कस्बे का अर्थ मालूम है ना. നിങ്ങൾക്ക് കസ്ബയുടെ അർത്ഥം അറിയത്തില്ലേ. कस्बा, छोटा शहर, ചെറിയ പട്ടണം, സ്മോൾ ടൗൺ. കസ്ബ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണത്തെയാണ് കസ്ബ എന്ന് പറയുന്നത്, സ്മോൾ ടൗൺ. കസ്ബ, छोटा शहर, ചെറിയ പട്ടണം, स्मॉल टाउन. समय देखिए, देर शाम का समय. അപ്പോൾ സമയവും ഈ സീനിൽ കൊടുത്തിട്ടുണ്ടല്ലേ. സന്ധ്യ, നേരെ ഇരുട്ടി തുടങ്ങിയിരുന്ന ഒരു സമയമായിരുന്നു. अर्थात रात होने लगी है. അതായത് നന്നായിട്ട് സന്ധ്യയായി, അപ്പം ഇരുട്ടാവാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു. वहाँ का दृश्य जरा देखें, भीड़ जमा है. അവിടെ ഇപ്പം നമ്മൾ സ്ഥലവും പറഞ്ഞു സമയം പറഞ്ഞു, അവിടുത്തെ ദൃശ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. बच्चे रो रहे हैं, कस्बे के लोग उन्हें चुप करा रहे हैं. അവിടുത്തെ സന്ദർഭം എന്താണ്, അവിടെ നല്ല ആൾക്കൂട്ടമുള്ള ആ റോഡാണ്. റോഡിൽ നല്ല ആൾക്കൂട്ടമുണ്ട്. ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. അപ്പോൾ കരയുമ്പോൾ ആ കുട്ടികളെ ആൾക്കാർ സമാധാനിപ്പിക്കുന്നുമുണ്ട് അല്ലേ. അതായിരുന്നു അവിടുത്തെ ദൃശ്യം. बच्चों, भीड़ का अर्थ क्या है. भीड़. അപ്പോൾ ഭീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം. भीड़ जनकूटम, क्राउड. भीड़ जनकूटम, क्राउड. वहां बच्चे तो रो रहे हैं, देर शाम का समय है, रात होने वाली है. അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്, രാത്രിയാവാൻ പോകുന്നൊരു സമയവുമാണ്. वहां उनके
कुछ लोग हैं। അവരുടെ കൂടെ കുറച്ച് ആളുകളും ഉണ്ട്. वे क्या कर रहे हैं? അവരെന്താണ് ചെയ്യുന്നത്? हाँ, उन्हें चुप करा रहे हैं. കുഞ്ഞുങ്ങളോട് എന്താ പറയുക, കരയരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ ആ കുട്ടികളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. उन्हें आश्वास दे रहे हैं. उनके भाई को दूर करा रहे हैं. അതായത് ആ കുട്ടികളോട് ഡറോ മത്ത് എന്നൊക്കെ പറയുന്നുണ്ട് കസ്ബെ വാലെ അല്ലേ, പേടിക്കേണ്ട. അപ്പോൾ ആ കുട്ടികളുടെ ഭയം അകറ്റുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. वहाँ के दो कस्बे वालों के वार्तालाप जरा सुनिए. कस्बे वाला അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പട്ടണത്തിലുള്ള രണ്ടാളുകളുടെ സംഭാഷണം ഒന്ന് കേട്ടു നോക്കൂ. एक कहते हैं मनोहर चाचा से मिलने आए हैं. ആദ്യത്തെ ആളെന്താ പറഞ്ഞേ? ഈ പിള്ളേർ പറയുന്നത് മനോഹർ ചാച്ച എന്ന് പറഞ്ഞ ആളെ കാണാൻ വന്നതാണ്. कस्बे वाला दो, अब चुप हो जाओ, डरो मत. രണ്ടാമത്തെ ആൾ കുട്ടികളോട് എന്ത് പറഞ്ഞു? ഇനി നിങ്ങൾ കരയണ്ട, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുന്നല്ലേ. देख लिया है ना, तीनों बच्चे कीरतपुर नामक गांव से आए हैं. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾ കിരത്പൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെന്നും മനോഹർ ചാച്ചയെ കാണാനെന്നും പറയുന്നുണ്ടല്ലേ. किसके लिए? मनोहर चाचा से मिलने. അതായത് കിരത്പൂർ ഗ്രാമത്തിൽ നിന്ന് ഇവരെന്തിനാണ് ഇവിടെ വന്നത്? മനോഹർ ചാച്ചയെ കാണാനായിട്ട്. टीवी देखने के लिए. മനോഹർ ചാച്ചയെ കാണുന്നത് എന്തിനാണല്ലേ? അവർക്ക് TV കാണാനായിട്ടല്ലേ. आगे का पाठ भाग देखिए. നമുക്ക് ബാക്കി പാഠഭാഗം നോക്കാം. चुन्नी रोते हुए, मुझे घर जाना है. मनोहर चाचा आ जाते हैं. അപ്പം നമ്മൾ चुन्नी तो ഈ സെൻറ്റൻസ് നേരത്തെ പറഞ്ഞായിരുന്നു. ചുന്നി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മനോഹർ ചാച്ച ദൃശ്യത്തിലേക്ക് കടന്നു വരുന്നത്. पहले ही डरी हुई है ना, वो रोते हुए क्या कहती है? അപ്പം നമ്മൾ നേരത്തെ പഠിച്ചപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചതല്ലേ, ചുന്നി ഓൾറെഡി പേടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം കരഞ്ഞുകൊണ്ട് ചുന്നി എന്താ പറഞ്ഞത്? हाँ, उसे घर जाना है. അവൾക്ക് വീട്ടിൽ പോകണമെന്നല്ലേ. इतने में मनोहर चाचा वहाँ आ जाते हैं. അപ്പം ഇത്രയും സംഭവിക്കുമ്പോഴേക്കും മനോഹർ ചാച്ച അവിടേക്ക് കടന്നു വരുന്നു. वे तीनों बच्चों को अपने घर ले जाते हैं. അപ്പം കുട്ടികൾ കരഞ്ഞു. അപ്പം ഗോപു പറഞ്ഞു ഞങ്ങളിങ്ങനെ വന്നതാണെന്നത് കണ്ട് മനോഹർ ചാച്ച 3 കുട്ടികളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ നേരമേറെ ആയപ്പോൾ, ഏതാണ്ട് സന്ധ്യ ആകാറായപ്പോൾ 3 കുട്ടികളും മനോഹർ ചാച്ചയുടെ വീട്ടിൽ എത്തി. TV കാണുവാനുള്ള അളവറ്റ ആഗ്രഹത്തോടെ. अब आप इस दृश्य के आधार पर तालिका की पूर्ति कर सकते हैं ना? तालिका की पूर्ति करें. അപ്പോൾ നമുക്ക് ഇനി ഈ സീൻ വെച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. जरा याद करके 7वीं दृश्य के स्थान, समय, घटना, पात्र आदि के बारे में बताइए. അപ്പം നിങ്ങൾ ഇത്ര നമ്മൾ പറഞ്ഞല്ലേ. അപ്പം നിങ്ങളുടെ ഓർമ്മ വെച്ചിട്ട് ഈ ദൃശ്യം എത്രാമത്തെ ദൃശ്യമായിരുന്നു, എത്രാമത്തെ സീനായിരുന്നു ഇത്, അതുപോലെ ഇത് ഏത് സ്ഥലത്ത് വെച്ചാണ് നടന്നത്, ഏത് സമയത്താണ് നടന്നത്, അവിടുത്തെ ഘടന എന്തായിരുന്നു, ഇതെല്ലാം, അതുപോലെ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു, ഇതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞേ. स्थान कहाँ था? അപ്പോൾ എവിടെയായിരുന്നു സ്ഥലം? ഇതെവിടെ വെച്ചാൽ നടന്നേ? കസ്ബേക്കി സടക് അല്ലേ. ठीक है, कस्बे की सड़क. അതായത് പട്ടണത്തിലെ റോഡിലാണ് നടന്നുകൊണ്ടിരുന്നത്. സമയോ? देर शाम का समय. സന്ധ്യ സമയത്താണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. അതായത് നേരെ ഉരുട്ടി തുടങ്ങിയിരുന്ന സന്ധ്യ നേരത്താണ് ഈ സംഭവം നടക്കുന്നത്. रात होने वाली है. രാത്രിയാവാനുള്ള തുടങ്ങിയിരുന്നു അല്ലേ. मुख्य घटना क्या है? ഇവിടുത്തെ മുഖ്യ ഘടന എന്താണ്? മുഖ്യ സീൻ എന്താണ്? मुख्य घटना, ठीक, मनोहर चाचा से मिल जाते हैं बच्चे. അപ്പോൾ കുട്ടികൾ മനോഹർ ചാച്ചയെ കണ്ടുമുട്ടുന്നുണ്ടല്ലേ ഈ സീനിൽ. मनोहर चाचा से मिल जाते हैं. इस दृश्य के पात्र कौन कौन हैं? ഈ ദൃശ്യത്തിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങളുള്ളത്? गोबू, लल्लू, चुन्नी, मनोहर चाचा और कस्बे वाले.
ഗോപു, ലല്ലു, ചുന്നി. അപ്പോൾ ഈ 3 കുട്ടികളുണ്ട്. പിന്നെ മനോഹർ ചാച്ച ഈ സീനിലേക്ക് വരുന്നുണ്ട്. ഇവർ കൂടാതെ പിന്നെ ആരെയുള്ള പട്ടണത്തിലുള്ള ആളുകളുണ്ട് അല്ലേ, കസ്ബെ വാലെ ലോകുണ്ട്, ആ പട്ടണത്തിലെ ആളുകളും ഉണ്ട്. अब आप तालिका की पूर्ति करें और अपने अध्यापिका को जरूर दिखाएं. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആൻസേഴ്സ് എല്ലാം മനസ്സിലായില്ല. ഇനി നിങ്ങൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കണം. अगला सीन देखें. सीन 8. നമുക്ക് 8ാമത്തെ സീൻ നോക്കാം. സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അത് മനോഹർ ചാച്ചയുടെ വീട്ടിൽ വെച്ചിട്ടാണ് 8ാമത്തെ സീൻ നടക്കുന്നത്. സമയവും പറഞ്ഞിട്ടുണ്ട്. രാത് കാ സമയം, രാത്രി സമയമാണ്. बाबा ने गोबू को गोद में बिठाया है. चुन्नी और लल्लू भी बैठे हैं. അപ്പോൾ സീനിൽ എന്താ സംഭവം, അവിടെ ബാബ ഉണ്ട്. ബാബ ഗോപുവിനെ മടിയിലിരുത്തിയിരിക്കുകയാണ്. ലല്ലുവും ചുന്നിയും അടുത്തായിട്ട് ഇരിപ്പുണ്ട്. बाबा मनोहर को, गोबू शैतान है, ये सबको पता है, पर इतना शैतान हमने सोचा नहीं था. അപ്പം ബാബ പറയുന്നു, ഗോപു ഒരു ശൈത്താനാണെന്ന് ഞങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ ഇത്രയും എന്താ പറയുക വഴക്കാളിത്തരം കാണിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. मनोहर, और पूरा रास्ता याद था इसे. चलो भाई, अब टीवी चलाया जाए. इतनी दूर से आए हैं 3 दीवाने. അപ്പം മനോഹർ ചാച്ച എന്തു പറഞ്ഞു, അവന് പിന്നെ ഈ വഴിയെല്ലാം ഓർമ്മയുണ്ടായിരുന്നല്ലേ, എൻ്റെ വീട്ടിലേക്ക് വരേണ്ട വഴിയെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. എന്തായാലും പോട്ടെ ചേട്ടാ, നമുക്കിപ്പോൾ ടി വി വെച്ച് കൊടുക്കാം. ഇത്രയും ദൂരം എന്താണ് ടി വി കാണുമെന്നുള്ള ആഗ്രഹമായിട്ട് ഭ്രാന്ത് പിടിച്ച് വന്നതല്ലേ എന്ന് പറഞ്ഞു. मनोहर टीवी चलाता है. गोबू, लल्लू और चुन्नी सीधे होकर बैठ जाते हैं. टीवी से आवाज आती है. तस्वीर दिखना अभी बाकी है. അപ്പം മനോഹർ ചാച്ച എന്ത് ചെയ്യും, പോയി ടി വി ഓണാക്കും. ഇപ്പോൾ ഗോപു, ലല്ലുവും ചുന്നി എല്ലാവരും കൂടി ടി വി കാണാൻ ആകാംക്ഷയോടെ നേരെ വന്നിരിക്കും. അപ്പോൾ ടി വിയിൽ നിന്ന് ശബ്ദം വന്ന് തുടങ്ങും. തസ്വീർ ദിഖ്ന അഭിബാക്കി ഹെ, പക്ഷേ ചിത്രം കാണിച്ച് തുടങ്ങിയില്ല. സൗണ്ട് മാത്രമാണ് ആദ്യം വന്നത്. ചിത്രം കാണാൻ ഇനിയും സമയമുണ്ട്. टीवी की आवाज और मद्रास का अधिकतम तापमान रहा 34 डिग्री. അപ്പോൾ ടി വി ഓണാക്കിയപ്പോൾ ടി വിയിൽ നിന്ന് അതിന് സൗണ്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഓർ മദ്രാസ് കാ അധികതം താപമാൻ രഹ 34 ഡിഗ്രി. അപ്പം മദ്രാസിലെ ടെമ്പറേച്ചർ 34 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പോൾ കാലാവസ്ഥ പറയുന്ന ഒരു സൗണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. गोबू की आंखें फैल रही हैं. അപ്പോൾ ഗോപുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. टीवी के शीशे पर हल्की हल्की रोशनी भी फैल रही है. അപ്പോൾ ടി വിയിൽ നിന്നും ചെറിയ രീതിയിൽ പ്രകാശം വന്നു തുടങ്ങിയിട്ടുണ്ട്. तस्वीरें किसी भी पल दिख जाएंगी. ഏത് നിമിഷവും ചിത്രം ടി വിയിൽ പ്രത്യക്ഷപ്പെടാം. और तभी बिजली चली जाती है. खूब अंधेरा हो जाता है. ആ സമയത്ത് എന്താണ്, കറണ്ട് പോകുന്നു അല്ലെങ്കിൽ വൈദ്യുതി പോകുന്നല്ലേ. അപ്പോൾ പെട്ടെന്ന് അവിടെ എല്ലാം ഇരുട്ടായി. गोबू, चुन्नी और लल्लू एक साथ अंधेरे में. हे भगवान. അപ്പം കറണ്ട് പോയി അല്ലെങ്കിൽ വൈദ്യുതി പോയി. അപ്പോൾ കുട്ടികൾ 3 പേരും ഒരുമിച്ച് ഹേ ഭഗവാൻ എന്ന് ഇരുട്ടത്തിരുന്ന് ഉറക്കെ പറയുന്നു. दृश्य का स्थान कहाँ है? ഈ ദൃശ്യം നടക്കുന്നത് എവിടെയാണ്? ठीक है, मनोहर चाचा का घर. മനോഹർ ചാച്ചയുടെ വീട്ടിലാണ് ഈ 8ാമത്തെ സീൻ നടക്കുന്നത്. समय तो स्पष्ट है ना? സമയവും പറഞ്ഞിട്ടുണ്ടല്ലേ. यहाँ दिया गया है रात का समय. അപ്പോൾ രാത്രി സമയമാണെന്ന് പറയുന്നുണ്ട്. यहाँ गोबू उसके बाबा की गोद में बैठा है. അപ്പോൾ ഇവിടെ ഗോപു എവിടെയാണ് ഇരിക്കുന്നത്? ഗോപു ഉസ്കി ബാബാക്കെ ഗോദ്മേം ബൈഠാ ഹെ. ഗോപു അവൻ്റെ അച്ഛൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. गोद, गोद का अर्थ क्या है? അപ്പോൾ ഗോദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? गोद മടി. मड़ी, लैप. गोद, मड़ी, लैप. बाबा ने गोबू को
प्यार से अपनी गोद में बिठाया है। അപ്പോൾ ബാബ ഗോപുവിനെ സ്നേഹത്തോടെ എടുത്ത് അദ്ദേഹത്തിൻ്റെ മടിയിൽ ഇരുത്തിയിരിക്കുകയാണ്. चुन्नी और लल्लू भी पास बैठे हैं। അടുത്തായിട്ട് ചുന്നിയും ലല്ലുവും ഇരിപ്പുണ്ട്. मनोहर चाचा टीवी चलाने जा रहे हैं। അപ്പം മനോഹർ ചാച്ച ടി വി ഓണാക്കാനായിട്ട് പോവുകയാണ്. देखिए वो क्या कहता है। അപ്പോൾ എന്താണ് ടി വി ഓണാക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞത് നോക്കാം. मनोहर, अब टीवी चलाया जाए। इतनी दूर से आए हैं 3 दीवाने। അപ്പം നമുക്കിപ്പോൾ ടി വി ഓണാക്കാം. ഈ കുഞ്ഞുങ്ങൾ ടി വി കാണാനുള്ള ആഗ്രഹത്തിൽ ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ, നമുക്ക് ടി വി എന്തായാലും വെക്കാം. बच्चों, दीवाना का मतलब क्या है? ഇവിടെ ദീവാന എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദീവാനയുടെ അർത്ഥം? दीवाना, दीवाना ഭ്രാന്തുള്ള, മാഡ്. ദീവാന ഭ്രാന്തുള്ള, മാഡ്. വാസ്തവത്തിൽ 3 കുട്ടികളും ടി വി കാണുവാനുള്ള ഭ്രാന്തമായ ആഗ്രഹത്തിലാണ്. आगे देखिए, मनोहर टीवी चलाता है। गोबू, लल्लू और चुन्नी सीधे होकर बैठ जाते हैं. അപ്പോൾ മനോഹർ ചാച്ച ടി വി ഓണാക്കുന്നു. അപ്പോൾ ഗോപു, ലല്ലു, ചുന്നിയെല്ലാം നേരെ വന്നിരിക്കുന്നു. ടി വി സെ ആവാസ് ആത്തി ഹേ, തസ്വീർ ദിഖ്ന അഭി ബാക്കി ഹേ. അപ്പോൾ ടി വിയിൽ നിന്ന് ശബ്ദം, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്, ശബ്ദം വരുന്നു, പക്ഷേ ചിത്രം കാണിച്ചു തുടങ്ങിയിട്ടില്ല. टीवी से आवाज आती है, तस्वीर दिखना अभी बाकी है. मनोहर चाचा क्या करता है? हाँ, टीवी चलाता है. तो तीनों बच्चों की उत्सुकता क्या होगी? तीनों टीवी देखने तैयार होकर बैठते हैं. അപ്പോൾ കുട്ടികൾ 3 പേരും മനോഹർ ചാച്ച ടി വി ഓണാക്കുമ്പോഴേക്കും ടി വി കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. टीवी से आवाज या शब्द आता है. ടി വിയിൽ നിന്ന് ആവാസ് വരുന്നു. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്, സൗണ്ട് വരുന്നു. तस्वीर या चित्र अभी आएगा. ചിത്രം, അതിൽ നിന്ന് ദൃശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല, സൗണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ഉടനെ തന്നെ തസ്വീർ അല്ലെങ്കിൽ ചിത്രം ഉടനെ തന്നെ വരുന്നതാണ്. देखिए तब क्या होता है. അപ്പോൾ ഇങ്ങനെ തസ്വീർ വരാൻ നേരത്തെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. गोबू की आंखें फैल रही है. टीवी के शीशे पर हल्की हल्की रोशनी भी फैल रही है. तस्वीरें किसी भी पल दिख जाएंगी और तभी बिजली चली जाती है. खूब अंधेरा हो जाता है. അപ്പം ഗോപുവിൻ്റെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്നു. അപ്പം ടി വിയിൽ നിന്നും എന്താണ് ചെറിയ രീതിയിൽ നേരിയ പ്രകാശം വരുന്നു. അപ്പോൾ ഏത് നിമിഷവും ടി വിയിൽ ചിത്രം ആയേക്കാം. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? കറണ്ട് പോകുന്നു. ബിജ്ലി ചലി ജാത്തി ഹേ. അപ്പോൾ ഖുബ് അന്ധേരെ ഹോ ജാത്തെ ഹേ, അവിടെ മുഴുവൻ ഇരുട്ട് വ്യാപിക്കുന്നു. गोबू के मन की दशा क्या होगी? അപ്പോൾ ഗോപുവിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ സമയത്ത്? उसकी आंखें फैल रही है. ആ കുട്ടികളുടെ ടി വി കാണുവാനുള്ള അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നല്ലേ ടി വി കാണാനുള്ള ആകാംക്ഷ കാരണം. ആകാംക്ഷ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ടി വിയിൽ പ്രകാശം വന്നു തുടങ്ങി. ഇനി ഏത് നിമിഷവും ചിത്രങ്ങൾ വരാം. അന്നേരം വൈദ്യുതി പോകുന്നു. എങ്ങും കൂരിരുട്ട്. बच्चों, यहीं पर प्रस्तुत एकांकी समाप्त हो जाता है. अब हम അപ്പോൾ ഈ ഏകാംഗി സ്ക്രിപ്റ്റ് ഇവിടെ തീരുകയാണ്. इस दृश्य के आधार पर इस तालिका की पूर्ति करें. അപ്പോൾ നമുക്ക് ഈ 8ാമത്തെ സീനാണ്, ലാസ്റ്റ് 8 സീൻ വരെ ആയിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 8ാമത്തെ സീൻ വെച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. दृश्य के आधार पर तालिका की पूर्ति. आप जरा इस दृश्य के स्थान
समय, घटना, पात्र आदि के बारे में एक बार फिर बताएं। അപ്പോൾ ഈ ദൃശ്യത്തിലെ സ്ഥലം, സമയം, കഥാപാത്രങ്ങൾ, ഘടന ഇതിനെപ്പറ്റി നമുക്കൊന്നുകൂടി പറയാം. स्थान कहाँ है? സ്ഥാൻ എവിടെയായിരുന്നു? മനോഹർ ചാച്ചയുടെ വീട്ടിലായിരുന്നു അല്ലേ 8ാമത്തെ സീൻ നടക്കുന്നത്. बताइए. ठीक है, मनोहर चाचा का घर. और समय बताइए. हाँ, ഏത് സമയത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്? രാത്രി സമയമായിരുന്നു അല്ലേ? रात का समय है. मुख्य घटना क्या है? മെയിൻ സീൻ എന്തായിരുന്നു അവിടെ നടന്നത്? हमने देख लिया है ना. നമ്മൾ കണ്ടു. बच्चे टीवी देखने लगते हैं. കുട്ടികൾ ടി വി കാണാൻ പോവുകയാണല്ലേ? तब बिजली चली जाती है. അപ്പോൾ എന്ത് സംഭവിക്കും? ടി വി കാണാനായിട്ട് ആദ്യം ടി വിയിൽ നിന്ന് സൗണ്ടൊക്കെ വരും, പക്ഷേ അപ്പോഴേക്കും വൈദ്യുതി പോകും, കറണ്ട് പോകും. इस दृश्य के पात्र कौन कौन हैं? അപ്പോൾ ഈ ദൃശ്യത്തിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? गोबू, लल्लू, चुन्नी, बाबा और मनोहर चाचा. 3 കുട്ടികളും ഉണ്ട്. ഗോപു, ലല്ലു, ചുന്നി 3 കുട്ടികളുണ്ട്. മനോഹർ ചാച്ചയുണ്ട്. ഇവരെ കൂടാതെ ഗോപുവിൻ്റെ ബാബയും ഉണ്ടല്ലേ? अब आप तालिका की पूर्ति करें और अपने अध्यापिका को दिखाएं. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ടീച്ചറിനെ കാണിക്കുക. अब आप बताएं, गोबू की इच्छा क्या थी? അപ്പോൾ ഇനി നിങ്ങൾ പറയൂ, ഗോപുവിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഇച്ഛ. गोबू की इच्छा क्या थी? हाँ, मनोहर चाचा के यहाँ जाकर टीवी देखना. അപ്പോൾ ഗോപുവിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? മനോഹർ ചാച്ചയുടെ വീട്ടിലെത്തിയിട്ട് ടി വി കാണുക എന്നതായിരുന്നല്ലേ? अपने दोस्तों के साथ. ഒറ്റയ്ക്കാണോ? അല്ല, അവൻ്റെ കൂട്ടുകാരുമൊത്ത് ടി വി കാണുക എന്നതായിരുന്നു ഗോപുവിൻ്റെ ആഗ്രഹം. क्या उसकी इच्छा सफल हुई? उस दिन അപ്പോൾ ഗോപുവിൻ്റെ ആ ആഗ്രഹം സഫലമായോ? उसके मन के विचार क्या क्या होंगे? അപ്പോൾ ആ ദിവസത്തിലുള്ള ഗോപുവിൻ്റെ മനസ്സിലെ വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കും? അന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഗോപുവിന്റെ മനസ്സിലെ വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കും? തന്റെ കൂട്ടുകാരായ ലല്ലുവും ചുന്നിയുമായി അടുത്ത ഗ്രാമത്തിൽ പോകാൻ നിശ്ചയിക്കുന്നത്, പിന്നെ പർവ്വതത്തിലെ ചെറിയ വഴികളിലൂടെ അടുത്ത ഗ്രാമത്തിലേക്ക് പോയത്, ഒരിക്കൽ മനോഹർ ചാച്ചയുടെ വീട്ടിൽ ടി വി കണ്ട ഓർമ്മയിൽ റോഡ് മറികടന്നത്, ബസ് ഡ്രൈവറിൽ നിന്ന് ശകാരം ഏറ്റുവാങ്ങിയത്, നേരമേറെയായിട്ടും ടി വി കാണുവാനുള്ള അതിയായ മോഹത്തിൽ കൂട്ടുകാരുമായി മുന്നോട്ട് പോയത്, പിന്നെ മനോഹർ ചാച്ചയുടെ വീട് കണ്ടെത്താനാവാതെ വിഷമിച്ച് കരഞ്ഞത്, മനോഹർ ചാച്ച വന്ന് കൂട്ടിക്കൊണ്ടു പോയത്, ടി വി കാണാൻ തുടങ്ങിയപ്പോൾ വൈദ്യുതി പോയത്, അങ്ങനെ എല്ലാം. हमने देख लिया कि टीवी नामक इस पटकथा के कुल 8 सीन या दृश्य है. जरा एक एक सीन की मुख्य घटनाएं एक बार फिर देख लें. അപ്പം നമ്മൾ പഠിച്ച ഈ ടി വി നാമക് പട്കഥ, ടി വി എന്ന് പറഞ്ഞുള്ള ഈ തിരക്കഥയിൽ 8 സീനാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ 8 സീനുകളിലെയും മുഖ്യ ഘടനകൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. पहले दृश्य में हम क्या क्या देखते हैं? അപ്പോൾ ഒന്നാമത്തെ സീനിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു കണ്ടത്? पहले दृश्य में हम क्या देखते हैं? 3 बच्चे गोबू, चुन्नी और लल्लू चुपके से टीवी देखने के लिए पहाड़ी इलाके के दूसरे गांव जाने का निश्चय कर लेते हैं. दूसरे അപ്പം എന്താണ് ഒന്നാമത്തെ സീനിൽ 3 കുട്ടികൾ, ഗോപു, ലല്ലു, ചുന്നി, ഈ 3 കുട്ടികളുടെ ടി വി കാണാനായിട്ട് മലയോര പാതയെ കടന്ന് അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതാണ് കാണുന്നത് അല്ലേ? सीन में किसका वर्णन है? अच्छा, तीनों बच्चे पहाड़ की पगडंडी से दूसरे गांव की ओर चले जाते हैं. तीसरे दृश्य की क्या? അപ്പം രണ്ടാമത്തെ സീനിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? 3 കുട്ടികളുടെ ഈ മലയിലെ വഴികളിലൂടെ, ആ പർവ്വത വഴിയിലൂടെ
നടന്ന് നടന്ന് ദൂസരെ ഗാവ് മറ്റേ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നതാണ് രണ്ടാമത്തെ സീനിൽ കാണിക്കുന്നത് അല്ലേ. ഇനി മൂന്നാമത്തെ സീനിൽ എന്താണ് विशेषता है, याद है ना? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? हाँ, यह एक फ्लैशबैक सीन है. മൂന്നാമത്തെ സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാഷ് ബാക്ക് സീനായിരുന്നു അല്ലേ. പണ്ടത്തെ ഒരു കാര്യം ഗോപു ഓർക്കുന്നതായിരുന്നു കാണിക്കുന്നത്. यहाँ गोबू अपने बाबा और मनोहर चाचा के साथ टीवी देखता है. അപ്പോൾ ഈ സീനിൽ കാണിക്കുന്നത് പഴയ ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അതിൽ ഗോപു അവൻ്റെ അച്ഛനും അതുപോലെ മനോഹർ ചാച്ചയുടെയും കൂടെ ഇരുന്ന് ടി വി കാണുന്നതാണ് കാണിക്കുന്നത്. गोबू को ऐसा लगता है कि टीवी तो जादू ही है. അപ്പം ആ സീനിൽ പറയുന്നുണ്ടല്ലേ, ഗോപു ടി വി കണ്ടതിന് ശേഷം ഗോപുവിന് എന്താണ് ടി വി ജാദുവാണ്, അതൊരു മാജിക് ആണെന്ന് തോന്നുന്നുണ്ടെന്ന്. और चौथे दृश्य में हम क्या देखते हैं? നാലാമത്തെ ദൃശ്യം നോക്കാം. गोबू टीवी की यादों में सड़क पार करता है. അവൻ എന്താണ് ഗോപു എന്താണ് ടി വിയെ പറ്റിയുള്ള ഓർമ്മയിൽ റോഡ് ക്രോസ് ചെയ്യുന്നത് അല്ലേ. सामने से बस आती है. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചേ, പെട്ടെന്ന് ഒരു ബസ് നേരെ വരും. ड्राइवर क्रोध प्रकट करता है. അപ്പം ഡ്രൈവർ എന്താണ് ദേഷ്യത്തോടെ അവനോട് ദേഷ്യപ്പെടുന്നതും കാണാൻ പറ്റുന്നുണ്ട് ആ സീനിൽ. पांचवें दृश्य में तीनों कहाँ है? അഞ്ചാമത്തെ സീനിൽ മൂന്ന് കുട്ടികൾ എവിടെയാണ്? हाँ, कस्बे की एक सब्जी मंडी में. അവർ പട്ടണത്തിലെ ഒരു പച്ചക്കറി ചന്തയിലാണല്ലേ. देर हो जाने के कारण चुन्नी रोने लगती है. അപ്പോൾ ഒരുപാട് നേരെ ഇരുട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചുന്നി കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. छठे दृश्य में बच्चे कहाँ पर हैं? छठे दृश्य में ആറാമത്തെ ദൃശ്യത്തിൽ കുട്ടികൾ എവിടെയാണ്? बिल्कुल ठीक, कस्बे की एक गली में वे मनोहर ആ चाचा പട്ടണത്തിലെ ഒരു തെരുവിലാണ് ആറാമത്തെ സീൻ. का घर ढूंढते हैं. അവർ മനോഹർ ചാച്ചയുടെ വീട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. लेकिन सबके घरों में एंटीना होने से पहचानने में असमर्थ होते हैं. പക്ഷേ എന്താണ് അവർ വിചാരിച്ചത് മനോഹർ ചാച്ചയുടെ വീട്ടിൽ മാത്രമേ ടി വി ആൻറ്റിന വെച്ചിട്ടുണ്ടായിരിക്കുള്ളതാണ്. പക്ഷേ ആ സമയത്ത് അവർ ആ തെരുവിലെല്ലാം നോക്കിയപ്പോൾ എല്ലാ വീടുകളിലും ആൻറ്റിന ഉണ്ടായിരുന്നു. അത് കാരണം അവർക്ക് മനോഹർ ചാച്ചയുടെ വീട് കണ്ടെത്താൻ അവർ പരാജിതരാകുന്നു. सातवां और आठवां दृश्य की घटनाएं हमने अभी अभी देखी है ना. അപ്പോൾ നമ്മൾ ഏഴാമത്തെ സീനും എട്ടാമത്തെ സീനും ഇപ്പം അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ അല്ലേ. हाँ, सातवें दृश्य में बच्चे मनोहर चाचा से मिल जाते हैं. ഏഴാമത്തെ ദൃശ്യത്തിൽ കുട്ടികൾ മനോഹർ ചാച്ചയെ അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നുണ്ടല്ലേ. और आठवें दृश्य में हमने क्या देखा? എട്ടാമത്തെ ദൃശ്യത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? बताइए. പറയൂ. हाँ, सब टीवी देखने लगते हैं. तब बिजली चली जाती है. അപ്പം എല്ലാവരും ടി വി കാണാൻ റെഡി ആയിട്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴെന്താണ് വൈദ്യുതി പോകുന്നു അല്ലേ, വൈദ്യുതി കട്ടാകുന്നു അല്ലെങ്കിൽ കറണ്ട് പോകുന്നു ആ സമയത്ത്. अब हम पाठ्य पुस्तक का यह प्रश्न देखें. അപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിലെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. गोबू घर पहुंचा, वो यादों में खो गया, फिर डायरी लिखने लगा. लिखे गोबू की डायरी. അങ്ങനെ ഗോപു വീട്ടിൽ തിരിച്ചെത്തി. അവൻ ഇങ്ങനെ ഓർമ്മയിൽ അവൻ്റെ നടന്ന ഓർമ്മകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, മുഴുകിയിരിക്കുകയായിരുന്നു. പിന്നീട് അവൻ എന്ത് ചെയ്തു, അവൻ ഡയറി എഴുതി. അപ്പോൾ അവൻ എന്തായിരിക്കും ഡയറി എഴുതുന്നത്? ഗോപുവിൻ്റെ ഡയറി നിങ്ങൾ ആലോചിച്ച് എഴുതുക. നമ്മൾ ഇതിനു മുമ്പ് ഡയറി പലതവണ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ ഉണ്ടാകണമെന്ന് ആലോചിച്ച് പറഞ്ഞേ. അതെ, എന്തൊക്കെ ഉണ്ടായിരിക്കണം? തീയതി ഉണ്ടാകണം, സംഭവങ്ങളെക്കുറിച്ചുള്ള തങ്ങളുടെ ഭാവവിചാരങ്ങൾ ഉണ്ടാവണം, അത് ഭാവാത്മകമായി അവതരിപ്പിക്കണം, ആത്മനിഷ്ഠമായ ഭാഷാശൈലി ഉണ്ടാകണം, ഉചിതമായ ഭാഷ ഉപയോഗിക്കണം. ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത്? തീയതി ഉണ്ടാകണം,
സംഭവങ്ങളെക്കുറിച്ചുള്ള തങ്ങളുടെ ഭാവവിചാരങ്ങൾ ഉണ്ടാകണം. അത് ഭാവാത്മകമായി അവതരിപ്പിക്കണം. ആത്മനിഷ്ഠമായ ഭാഷാ ശൈലി ഉണ്ടായിരിക്കണം. ഉചിതമായ ഭാഷ ഉപയോഗിക്കണം. तो बच्चों, डायरी लिखते समय किन किन बिंदुओं पर ध्यान देना है? അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ പോയിന്റ്സിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്? जरा एक एक करके बताइए. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയൂ. समय या तारीख की सूचना. അതായത് നമ്മൾ എപ്പോഴും ഒരു ഡയറി എഴുതുമ്പോൾ അതിൽ ഡേറ്റ് എഴുതണം അല്ലേ? അപ്പോൾ നമ്മൾ ഏത് സമയത്താണ് എഴുതുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചിരിക്കണം. घटना पर अपना विचार. അപ്പോൾ സംഭവങ്ങളെ പറ്റിയുള്ള നമ്മളുടെ വിചാരങ്ങൾ എഴുതണം. संवेगात्मक या भावात्मक प्रस्तुति. ഭാവാത്മകമായിട്ട് വേണം നമ്മളത് എഴുതി ഫലിപ്പിക്കാൻ. आत्मनिष्ठ शैली. ആത്മനിഷ്ഠ ശൈലിയോടുകൂടി, ഭാവാത്മകമായ ആത്മനിഷ്ഠ ശൈലിയോടുകൂടി വേണം ആ ഡയറി എഴുതാൻ. उचित भाषाई संरचना. അതുപോലെ തന്നെ നമ്മൾ ഉചിതമായ ഭാഷയിൽ വേണം അത് എഴുതാൻ. एक बार फिर देखें. समय या काल या तारीख की सूचना. घटना पर अपना विचार. संवेगात्मक या भावात्मक प्रस्तुति. आत्मनिष्ठ शैली. उचित भाषाई संरचना. इन बिंदुओं को ध्यान में रखकर गोबू की डायरी लिखें. अपनी अध्यापिका को दिखाएं. അപ്പം നിങ്ങൾ ഡയറി എഴുതുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നോക്കി വേണം എഴുതാൻ. എന്നിട്ട് നിങ്ങളുടെ അധ്യാപകരെ കാണിക്കണം. एक उदाहरण भी देखें. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒരു ഡയറി. तारीख. आज मेरे लिए. അപ്പം നിങ്ങൾ ഏത് ഡേറ്റിലാണോ എഴുതുന്നത് അത് അവിടെ ഡേറ്റ് എഴുതണം. ഇപ്പോൾ ഇവിടെ താരീഖ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. താരീഖിന് ഓരോരോ ഡേറ്റ് എഴുതണം. അപ്പോൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ആജ് മേരെ ലിയെ ഏക് വിചിത്ര ദിൻ താ. അപ്പോൾ അത് ഗോപുവിൻ്റെ ഡയറിയാണ്. നിങ്ങൾ ഗോപുവായിട്ട് എഴുതണം. ഗോപുവിനുണ്ടായ സംഭവങ്ങളെ വെച്ചിട്ട് വേണം ഡയറി എഴുതാൻ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ മാതൃക നമുക്ക് നോക്കാം. ആജ് മേരെ ലിയെ ഏക് വിചിത്ര ദിൻ താ. ഇന്ന് എനിക്ക് ഒരു വിചിത്രമായ ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. एक विचित्र दिन था. मैं चुन्नी और लल्लू के साथ मनोहर चाचा के यहाँ टीवी देखने गया था. അപ്പം ഞാനും ചുന്നിയും പിന്നെ ലല്ലുവും കൂടി ഒരുമിച്ച് എന്താണ് മനോഹർ ചാച്ചയുടെ വീട്ടിലേക്ക് TV കാണാനായിട്ട് പോയിരുന്നു. हम लोग पहाड़ी रास्तों से आगे बढ़े. ഞങ്ങൾ ആ മലയോര പാതയിലൂടെ അല്ലെങ്കിൽ പർവ്വത പ്രദേശത്തുള്ള പാതയിലൂടെ മുൻപോട്ട് പോയി. लेकिन मनोहर चाचा के घर नहीं पहुँचे. പക്ഷെ ഞങ്ങൾ മനോഹർ ചാച്ചയുടെ വീട്ടിലെത്തിയില്ല. शाम होने वाली ही. അപ്പം വൈകുന്നേരം ആകാൻ തുടങ്ങിയിരുന്നു, ഇരുട്ടാകാൻ തുടങ്ങിയിരുന്നു. हमारे घर वालों को इसका पता भी नहीं था. ഞങ്ങളുടെ വീട്ടുകാർക്ക് ഞങ്ങളിങ്ങനെ ചാച്ചയുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളതിനെ പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അല്ലേ? വീട്ടുകാരോട് പറയാതെയാണ് ഈ കുട്ടികൾ TV കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. हम रोने लगे. അപ്പോൾ ഇവർ നേരെ ഇരുട്ടി തുടങ്ങിയിട്ടും ഇവർ അടുത്ത ഗ്രാമത്തിലെത്തിയെങ്കിലും അവർ വീടെത്തിയില്ലല്ലേ? അപ്പോൾ ഇവർ എത്താത്തതുകൊണ്ട് ഹം രോനെ ലഗെ, ആ കുട്ടികൾ കരയാൻ തുടങ്ങിയിരുന്നു. इसी बीच अचानक चाचा वहाँ आ गए. ഈ സമയത്ത് ഈ കുട്ടികൾ ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അച്ചാനക് പെട്ടെന്ന് ചാച്ച വഹ ആകെ, അവൻ്റെ ചാച്ച അവിടെ എത്തിയെന്നാണ് അവൻ എഴുതിയിരിക്കുന്നത്. मनोहर चाचा के यहाँ टीवी देखने बैठे. അങ്ങനെ ചാച്ചയുടെ വന്നു. എന്നിട്ട് ചാച്ചയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ TV കാണാനിരുന്നു. टीवी से आवाज आने लगी. ടിവിയിൽ നിന്ന് സൗണ്ട് വരാൻ തുടങ്ങി. लेकिन तुरंत ही बिजली चली गई. പക്ഷെ പെട്ടെന്ന് തന്നെ കറണ്ട് പോയി അല്ലെങ്കിൽ വൈദ്യുതി പോയി. निराश होकर हम वापस लौटे. നിരാശയോടെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു. ഇതുപോലെ ഒരു ഡയറി തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറെ കാണിക്കണേ. പാഠഭാഗം ആവർത്തിച്ച് വായിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കുവാൻ മറക്കണ്ട. പാഠഭാഗ് യഹി സമാപ്ത ഹോതാ ഹൈ. ധന്യവാദം.
അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വന്നിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അതുപോലെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.